നമസ്കാരം പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ യോഗ്യത എന്ത് തന്നെ ആയിക്കോട്ടെ, നല്ലൊരു ജോലി കിട്ടാനുള്ള ഒരു സൈറ്റിനെ പറ്റിയുള്ള വീഡിയോ മുന്നേ ചെയ്തിരുന്നു. അതിന്റെ പാർട്ട് 2 വീഡിയോ ആണിത്. 3 ഭാഗങ്ങളായിട്ടാണ് ചെയ്യുന്നത്. ഈ പാർട്ട് 2 വീഡിയോയിൽ നിങ്ങളൊരു തൊഴിലുടമയാണെങ്കിൽ, നിങ്ങളുടെ സ്ഥാപനത്തിലേക്ക് ആളെ ആവശ്യമുണ്ടെങ്കിൽ, ജോലിക്കാരെ, സ്റ്റാഫിനെ, അല്ലെങ്കിൽ നിങ്ങളൊരു HR വർക്ക് ചെയ്യാണ്, നിങ്ങൾക്ക് ആവശ്യത്തിന് എക്സ്പീരിയൻസ് ഉള്ള, ക്വാളിഫിക്കേഷനുള്ള, ഏജ് ഉള്ള, പ്ലേസ് നോക്കിയിട്ട് ഇങ്ങനെ 100% ഫിൽട്ടർ ചെയ്തിട്ട് കൃത്യമായിട്ട് നിങ്ങളുടെ വേക്കൻസി പോസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ലൊരു സംഭവത്തെ പറ്റിയിട്ടാണ് പറയുന്നത്. ഇതിലൂടെ നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ടുള്ള ഉദ്യോഗാർത്ഥികളെ കണ്ടെത്തുവാനും അനാവശ്യമായിട്ടുള്ള കോൾസ് ഒഴിവാക്കാനും കഴിയും. ഈ വീഡിയോ കാണുമ്പോൾ തന്നെ അത് രജിസ്റ്റർ ചെയ്യൂ. നിങ്ങൾക്ക് പിൻകോഡ് വൈസ് പോലും തിരഞ്ഞിട്ട് ഉദ്യോഗാർത്ഥികളെ സെലക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് എങ്ങനെ രജിസ്റ്റർ ചെയ്യുക എന്നുള്ളതാണ് ഇന്ന് കാണിക്കുന്നത്. അതിന്റെ ലിങ്ക് യൂട്യൂബിലാണെങ്കിൽ ആദ്യത്തെ കമന്റിൽ കൊടുത്തിട്ടുണ്ട്, ഫേസ്ബുക്കിലാണെങ്കിൽ ഈ വീഡിയോന്റെ ഒപ്പം കൊടുക്കുന്നുണ്ട്. ഇനി നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിലൂടെ കാണുന്നുണ്ടെങ്കിൽ എൻ്റെ ഈ നമ്പറിലേക്ക് വാട്സപ്പിൽ ജോബ് പോർട്ടലിൽ നിന്ന് മെസ്സേജ് കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് ആ ലിങ്കും വീഡിയോ എല്ലാം അയച്ചു തരാം. ഓക്കെ, ഇത് എങ്ങനെ രജിസ്റ്റർ ചെയ്യുക എന്നുള്ളത് കാണിക്കാം. ഞാൻ കൊടുത്തുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇത് എങ്ങനെ ഒരു സൈറ്റിലേക്കാണ് എത്തുക. ഇതിൽ ആദ്യം ചെയ്യേണ്ടത് എംപ്ലോയർ അല്ലെങ്കിൽ കമ്പനി നെയിം എന്നുള്ളതാണ്. നിങ്ങളുടെ കമ്പനിയുടെ പേര് കൊടുക്കുക. അതിനുശേഷം ഇൻഡസ്ട്രി സെലക്ട് ചെയ്യണം. അതിൽ ഏതാണോ, ഇപ്പോൾ കൺസൾട്ടൻസി ആണെങ്കിൽ അങ്ങനെ കൊടുക്കാം, ബാങ്കിങ് ആണെങ്കിൽ അത്, ഇപ്പോൾ കാർ ഷോറൂം ഒക്കെ ആണെങ്കിൽ ഓട്ടോമൊബൈൽ കൊടുക്കാം. അങ്ങനെ കൊടുത്തിട്ട് ഞാനിപ്പോൾ ഇവിടെ എക്സാമ്പിൾ കൺസൾട്ടൻസി എന്നാണ് കൊടുക്കുന്നത്. അങ്ങനെ നിങ്ങൾ ഏതാ വേണ്ടത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം താഴ്ത്താണ്ടോ ഡേറ്റ് ഓഫ് എസ്റ്റാബ്ലിഷ്മെന്റ് എന്നുള്ളത് നിങ്ങളുടെ കമ്പനി തുടങ്ങിയ വർഷം കൊടുക്കുക. അത് മാൻഡറ്ററി അല്ല, ഈ സ്റ്റാറിട്ടുള്ളതാണ് മാൻഡറ്ററി, ഇത് നിർബന്ധമില്ല. അതുപോലെ രജിസ്ട്രേഷൻ നമ്പർ അത് മാൻഡറ്ററി ആണ്. GST നമ്പർ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾ രജിസ്ട്രേഷൻ നമ്പർ കൊടുക്കുക. ഓക്കെ, ഇനിയിപ്പോൾ താൽക്കാലികമായി രജിസ്റ്റർ ചെയ്യണമെങ്കിൽ എന്തെങ്കിലും ഒരു നമ്പർ കൊടുത്താലും മതി. അതിനുശേഷം അത് കറക്റ്റ് ചെയ്യണം കേട്ടോ. പിന്നെ വരുന്നത് നെയിം ഓഫ് CEO, MD, ചെയർമാൻ, പ്രൊപ്പറേറ്റർ. നിങ്ങളൊരു HR ആണെങ്കിൽ നിങ്ങളുടെ MDയുടെ പേര് അറിയുമെങ്കിൽ കൊടുക്കുക, അല്ലെങ്കിൽ അവിടെ കൊടുക്കേണ്ടതില്ല. അതുപോലെ തന്നെ കമ്പനിയുടെ വെബ്സൈറ്റ് അത് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ആവശ്യമെങ്കിൽ കൊടുക്കുക. പിന്നെ ശ്രദ്ധിക്കേണ്ടത് ഇമെയിൽ ID ആണ്. ഇത് മസ്റ്റായിട്ട് കറക്റ്റായിട്ട് കൊടുക്കുക, കാരണം ഇതാണ് നിങ്ങളുടെ ലോഗിൻ ഐഡിയും വരിക. കൃത്യമായിട്ട് ഇമെയിൽ ID അവിടെ കൊടുക്കുക. അതിനുശേഷം വരുന്നത് ഓഫീസ് നമ്പറാണ്. നിങ്ങളുടെ അല്ലെങ്കിൽ HRന്റെ നമ്പർ അല്ല, ഓഫീസ് നമ്പറാണ് കൊടുക്കേണ്ടത്, അത് കൊടുക്കുക. അതിനുശേഷം താഴത്ത് കമ്പനി അഡ്രസ്സ് അതും കൃത്യമായിട്ട് കൊടുക്കുക. പിന്നെ സ്റ്റേറ്റ്, ഡിസ്ട്രിക്ട്, പ്ലേസ്, ഇപ്പോൾ ഇവിടെ കേരള, പാലക്കാട് തന്നെ കൊടുക്കുന്നു. അതുപോലെ കൺട്രി സെലക്ട് ചെയ്യുക. ഇതിൽ വിദേശത്തുള്ള ജോലിയും പോസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അതുകൊണ്ട് കൺട്രി ഇപ്പോൾ നമ്മളിവിടെ ഇന്ത്യയാണ് കൊടുക്കുന്നത്. പിന്നെ പിൻകോഡ് അല്ലെങ്കിൽ പോസ്റ്റ് ബോക്സ് നമ്പർ, പിൻകോഡ് കൊടുക്കുക. പിന്നെ HR1 നെയിം, നിങ്ങളുടെ പേര് കൊടുക്കുക. ഇനി വേറെ HR ഉണ്ടെങ്കിൽ HR2 എന്നുള്ള ഓപ്ഷൻ ഉണ്ട് കേട്ടോ. HR1ന് മെയിൽ ID, ഇത് ഒഫീഷ്യലി കൊടുക്കാനുള്ള മെയിൽ ID കൊടുക്കാം, അല്ലെങ്കിൽ നമ്മൾ മുകളിൽ കൊടുത്തില്ലേ അതേ മെയിൽ ID തന്നെ കൊടുത്താലും മതി. പിന്നെ HR2 ഉണ്ടെങ്കിൽ അവരുടെ പേര് കൊടുക്കുക, നമ്പർ കൊടുക്കുക. ഇല്ലെങ്കിൽ ആ ഭാഗം വിട്ടേക്ക്, അത് മാൻഡറ്ററി അല്ല. പിന്നെ വരുന്നതാണ് പാസ്വേഡ് ടൈപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്നത്. അത് നിങ്ങളുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ് കൊണ്ട് ഒരു പാസ്വേഡ് ടൈപ്പ് ചെയ്തിട്ട് അത് റീടൈപ്പ് ചെയ്ത് കൊടുക്കുക. പിന്നെ പ്രീമിയം അക്കൗണ്ടിന് 1000 രൂപ എന്ന് കണ്ട് അവിടെ ഇപ്പോൾ ഒന്നും ചെയ്യേണ്ടതില്ല. എന്നിട്ട് അതിന് താഴത്തുള്ള കോളം ടിക്ക് ചെയ്യുക, ഐ ആക്സെപ്റ്റ് ടേംസ് ഓഫ് സർവീസസ് ആൻഡ് പ്രൈവസി പോളിസി എന്നുള്ളത്. എന്നിട്ട് സബ്മിറ്റ് കൊടുക്കുക. അപ്പോൾ ഇവിടെ പേ നൗ ടു കംപ്ലീറ്റ് രജിസ്ട്രേഷൻ എന്നുള്ളത് കാണിക്കും. ഇവിടെ ഒരു മെമ്പർഷിപ്പ് ഫീ ഉണ്ട്, 1000 രൂപയാണ്. ഇത് നിങ്ങൾക്കൊരു ആജീവനാന്ത മെമ്പർഷിപ്പാണ്. എത്ര ജോബ് വേണമെങ്കിലും പോസ്റ്റ് ചെയ്യാൻ പറ്റും. എക്സ്ട്രാ വേറെ ചെലവുകൾ വരുന്നില്ല. അതേസമയം നമ്മൾ ഈ വീഡിയോ ചെയ്തിട്ട് ഒരു മാസത്തിനുള്ളിൽ, അതായത് 2024 ജൂൺ 15 വരെ രജിസ്റ്റർ ചെയ്യുന്നവർക്ക് 50% ഡിസ്കൗണ്ട് ഉണ്ട്. അങ്ങനെ നിങ്ങൾക്ക് ഡിസ്കൗണ്ട് വേണമെന്നുണ്ടെങ്കിൽ ഈ നമ്പറിലേക്ക് നിങ്ങളുടെ കമ്പനി ഡീറ്റെയിൽസ് വാട്സ്ആപ്പ് ചെയ്യുക, അല്ലെങ്കിൽ അവരെ വിളിക്കുകയോ ചെയ്യുക. പ്രത്യേകം ഓർക്കുക, ഒരു മാസത്തേക്ക്, അതായത് 2024 ജൂൺ 15 വരെയാണ് ഈ ഓഫർ ഉള്ളത്. അതിനുശേഷമാണെങ്കിൽ 1000 രൂപയാകും. അതുകൊണ്ട് ഇപ്പോൾ തന്നെ രജിസ്റ്റർ ചെയ്യുക. ഈ നമ്പറിലേക്ക് നിങ്ങളുടെ കമ്പനി ഡീറ്റെയിൽസ് കൊടുത്താൽ മതി. ഓക്കെ, എന്നിട്ട് പേ നൗ ടു കംപ്ലീറ്റ് രജിസ്ട്രേഷൻ എന്നുള്ളതിൽ കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് പേയ്മെന്റ് ചെയ്യാൻ വേണ്ടി വരും. അതിൽ കാർഡ്സ് നിങ്ങൾക്ക് ക്രെഡിറ്റ് കാർഡോ ഡെബിറ്റ് കാർഡ് എടുക്കാം, നെറ്റ് ബാങ്കിങ് വഴി ചെയ്യാം, പിന്നെ UPI, ഗൂഗിൾ പേ, ഫോൺ പേ, ആമസോൺ പേ, അതിലൂടെയൊക്കെ ചെയ്യാൻ പറ്റും. പേയ്മെന്റ് ചെയ്യാൻ അറിയുമെന്ന് കരുതുന്നു. അത് വളരെ ഈസി ആണല്ലോ, അതുകൊണ്ട് അത് കാണിക്കുന്നില്ല, വെറുതെ വീഡിയോയുടെ ലെങ്ത് കൂട്ടണ്ടെന്ന് കരുതിയിട്ടാണ്. അങ്ങനെ പേയ്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ കൺഗ്രാറ്റുലേഷൻസ്, യുവർ പേയ്മെന്റ് സബ്മിഷൻ കംപ്ലീറ്റഡ് സക്സസ്ഫുള്ളി എന്ന് പറഞ്ഞിട്ട് വേണം. എന്നിട്ട് താഴത്ത് നിങ്ങൾ കൊടുത്ത മെയിൽ IDയും പാസ്വേഡും കൊടുത്തിട്ട് ലോഗിൻ ചെയ്യുക. ഇനി നമ്മളിത് എങ്ങനെയാണ് പോസ്റ്റ് ചെയ്യുക, എങ്ങനെ ആൾക്കാരിൽ എത്തിക്കുക എന്നുള്ള കാര്യങ്ങളാണ് കാണിക്കുന്നത്. ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ ഒരു ഇന്റർഫേസ് ആണ് വരിക. അതിലാണ് ഇനി കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ജസ്റ്റ് ഒന്ന് കാണുക. ഇങ്ങനെ ഡാഷ്ബോർഡ് വന്നിട്ട് വരും. പിന്നെ പ്രൊഫൈല്, നമ്മളുടെ പ്രൊഫൈല് കാണാൻ പറ്റും. പോസ്റ്റ് നൗ, അവിടെ നമ്മുടെ ജോബ് പോസ്റ്റ് ചെയ്യേണ്ടത്. പിന്നെ പോസ്റ്റ് ചെയ്ത ജോബ് കാണാൻ പറ്റും. പിന്നെ നമുക്ക് വരുന്ന അലർട്ട് കാണാൻ പറ്റും, എംപ്ലോയീസിന്റെ ഡീറ്റെയിൽസ്, നോട്ടിഫിക്കേഷൻസ്, അങ്ങനെയുള്ള കാര്യങ്ങൾ കാണും. പിന്നെ നിങ്ങളുടെ ലോഗോ ചേഞ്ച് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ അവിടെ ഉണ്ട്, അതെല്ലാം നോക്കുക. നമുക്ക് ആദ്യം ഇവിടെ എങ്ങനെ ജോബ് പോസ്റ്റ് ചെയ്യാം എന്നുള്ളത് നോക്കാം. അതിനായിട്ട് പോസ്റ്റ് നൗ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇതെങ്ങനെയാണ് വരിക, എന്താണ് കാറ്റഗറി എന്നുള്ളത്. ഇപ്പോൾ ഒരു കൺസൾട്ടൻസി ആണെങ്കിൽ നിരവധി കാറ്റഗറികൾ ഉണ്ടാവും. അല്ല നിങ്ങളൊരു ബാങ്കിങ് ആണെങ്കിൽ ബാങ്കിങ് സെക്ടർ കൊടുക്കുക, അല്ലെങ്കിൽ എന്താണോ അതിനുള്ള ഇൻഡസ്ട്രി അതുള്ളത് കൊടുക്കുക. ഞാനിവിടെ ബാങ്കിങ് കൊടുക്കുന്നുണ്ട്. അതുപോലെ ജോബ് ടൈറ്റിൽ, ഇപ്പോൾ ബാങ്കിങ്ങിന് റിലേഷൻഷിപ്പ് മാനേജറെ വേണ്ടത് എന്നുള്ളതാണ്. അപ്പോൾ ജോബ് ടൈറ്റിൽ റിലേഷൻഷിപ്പ് മാനേജർ എന്നുള്ളത് കൊടുക്കുന്നു. അതിനുശേഷം പൊസിഷൻ,
എന്താണ് അതിൽ പൊസിഷൻ വരുന്നത്, സീനിയർ എക്സിക്യൂട്ടീവ്, അങ്ങനെ നിങ്ങൾക്ക് ഒരു പൊസിഷൻ ഉണ്ടാവുമല്ലോ, അത് കൊടുക്കുക. പിന്നെ ജോബ് ഡീറ്റെയിൽസ് എന്താണെന്നുള്ളത് കൃത്യമായിട്ട് അവിടെ കൊടുത്തോളുക. ഇതാണ് ഉദ്യോഗാർത്ഥികളിലേക്ക് എത്തുക. ഇപ്പൊ ഇവിടെ കൊടുക്കുന്നത് വി ആർ ഹിയറിംഗ് റിലേഷൻഷിപ്പ് മാനേജർ, ക്വാളിഫിക്കേഷൻ എനി ഡിഗ്രി, ഏജ് ബിൽ 25, ഇൻട്രസ്റ്റഡ് കാൻഡിഡേറ്റ്സ് ക്യാൻ അപ്ലൈ പറഞ്ഞിട്ട് മോർ ഡീറ്റെയിൽസ് പറഞ്ഞിട്ട് നിങ്ങളുടെ മൊബൈൽ നമ്പർ കൊടുക്കണമെങ്കിൽ കൊടുക്കാം. അതല്ല നിങ്ങളുടെ വാക്കിൻ ഇന്റർവ്യൂ ആണെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസ് കൊടുക്കാം. അതല്ലെങ്കിൽ മെയിൽ ഐ ഡിയും കൊടുക്കാം. സാലറി പാക്കേജ് മാൻഡറ്ററി അല്ല, വേണമെങ്കിൽ കൊടുക്കാം. ഇവിടെ CTC 20,000 എന്ന് കൊടുക്കുന്നുണ്ട്. പിന്നെ ജോബ് കൺട്രി നിങ്ങൾക്ക് എവിടെ വേണ്ടതെന്നുള്ളത്, വിദേശത്തുള്ള തൊഴിലുകളും ഇവിടെ കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ ഇവിടെ ഇന്ത്യൻ കമ്പനിയാണ്, അതുകൊണ്ട് ഇന്ത്യ എന്ന് കൊടുക്കുന്നു. ഇനി ജോബ് ലൊക്കേഷൻ കേരളത്തിൽ എല്ലാവരും വേണമെന്നുണ്ടെങ്കിൽ കേരള എന്ന് കൊടുക്കുക, അല്ല ഡിസ്ട്രിക്ട് വൈസ് ആണെങ്കിൽ ഡിസ്ട്രിക്റ്റിന്റെ പേര് കൊടുക്കുക. പിന്നെ കാണുന്നത് എക്സ്പയറി ഡേറ്റ് എന്നുള്ളതാണ്. അതായത് ഈ പരസ്യം നിങ്ങൾക്ക് എത്ര കാലം വേണമെന്നുള്ളത്. ഇപ്പോൾ ഒരു ബാങ്കിന്റെ ഒക്കെ ആണെങ്കിൽ കുറേ കാലത്തേക്ക് വേണ്ടി വരും. അതിന് നിങ്ങൾക്ക് എത്ര കാലം വരെ ഈ പോസ്റ്റ് അവിടെ ഉണ്ടാവണം എന്നുള്ളതാണ്. അത് നിങ്ങളൊരു 3 മാസം 4 മാസമോ അല്ലെങ്കിൽ 15 ദിവസമോ നിങ്ങളുടെ ഇഷ്ടപ്രകാരമുള്ളത് കൊടുക്കുക. പിന്നെ വരുന്നത് ജോബ് ഇമേജ് ആണ്. അതിനെപ്പറ്റി എന്തെങ്കിലും പരസ്യങ്ങൾ കൊടുത്തത് അങ്ങനെ എന്തെങ്കിലും ഇമേജ് ഉണ്ടെങ്കിൽ അത് അപ്ലോഡ് ചെയ്യാവുന്നതാണ്. എന്നിട്ട് താഴെ സേവ് ചേഞ്ചസ് എന്നുള്ളത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ജോബ് പോസ്റ്റായി. അങ്ങനെ നമ്മളുടെ ജോബ് പോസ്റ്റായി. ഇനി അത് കാണാൻ വേണ്ടിയിട്ട് പോസ്റ്റഡ് എന്നുള്ളതിൽ പോവുക. അപ്പോൾ ഇതെങ്ങനെ കാണും, നമ്മളിപ്പോൾ കൊടുത്ത റിലേഷൻഷിപ്പ് മാനേജറിനെ കാണും. അതിന്റെ ഡീറ്റെയിൽസ് അവിടെ പോയി നോക്കുക. കണ്ടോ, വ്യൂ എന്നുള്ളത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ പരസ്യം എന്താ നിങ്ങൾ കൊടുത്തെന്നുള്ളത് കാണാൻ പറ്റും. വേണമെങ്കിൽ അത് എഡിറ്റ് ചെയ്യാൻ പറ്റും, ആവശ്യമില്ല എങ്കിൽ അത് ഡിലീറ്റ് ചെയ്യാനും പറ്റും. ഇനി നമുക്ക് എംപ്ലോയീസിലേക്ക് അത് എങ്ങനെ എത്തി എന്നുള്ളത് നോക്കാം. അങ്ങനെ ആ പോസ്റ്റ് ചെയ്ത ജോബ് എല്ലാം കൃത്യമാണെന്നുണ്ടെങ്കിൽ ഹയർ നൗ എന്നുള്ളതിൽ കൊടുത്തു കഴിഞ്ഞാൽ ഇതെങ്ങനെ എംപ്ലോയീസിന്റെ ലിസ്റ്റ് കാണും. ഇവിടെ രജിസ്റ്റർ ചെയ്ത ഏകദേശം 50,000 പേരിന്റെ ലിസ്റ്റ് കാണും. ഇവരുടെ നമ്പർ നമുക്ക് കാണാൻ പറ്റില്ല. ഇനിയാണ് നമുക്ക് ചെയ്യേണ്ടത് ഫിൽട്ടർ ചെയ്യുക. അതിന് മുകളിൽ കണ്ടോ, കൺട്രി വൈസ്, ഡിസ്ട്രിക്ട് വൈസ്, ഏജ് വൈസ്, പ്ലേസ് വെച്ചിട്ട്, ക്വാളിഫിക്കേഷൻ വെച്ചിട്ട് എല്ലാം നമുക്ക് ഫിൽട്ടർ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ പിൻകോഡ് ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ പിൻകോഡിലുള്ള ഉദ്യോഗാർത്ഥികളുടെ ലിസ്റ്റാണ് കിട്ടുക. ഇപ്പൊ നമ്മളിവിടെ ഫിൽട്ടർ ചെയ്യാൻ പോണത് ക്വാളിഫിക്കേഷൻ ആണ്. ഡിഗ്രി ഉള്ളവരെ മാത്രം എടുക്കുക, അതുകൊണ്ട് അത് കൊടുക്കുന്നു. അതിനുശേഷം ഏജ്, ഇപ്പൊ കൊടുത്ത പോസ്റ്റിന് 25 വയസ്സ് വരെയുള്ളവരെയാണ് പറ്റുക, അതുകൊണ്ട് 18 to 25 വയസ്സ് എന്നുള്ളത് കൊടുക്കുന്നു. ജെൻഡർ ഏത് തന്നെയായാലും കുഴപ്പമില്ല ഈ പോസ്റ്റിന്. അതൊക്കെ നമുക്ക് ഫിൽട്ടർ ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പൊ അങ്ങനെ ഫിൽട്ടർ ചെയ്യുന്ന സമയത്ത് അപ്പോൾ കണ്ടോ, ഇതിൽ രജിസ്റ്റർ ചെയ്തുള്ള 50,000 പേരിൽ നിന്ന് നമ്മൾ കൊടുത്ത കൃത്യമായ ഫിൽട്ടർ വെച്ചിട്ട് കൃത്യമായ ഉദ്യോഗാർത്ഥികളെ നമുക്ക് കാണാൻ പറ്റും. കണ്ടില്ലേ, അങ്ങനെ ഏകദേശം 75ഓളം ഉള്ളത്. ഇവരെ നമ്മൾ ഇൻവൈറ്റ് ആളെന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇത്രയും പേർക്ക് ഈ ജോബ് പോസ്റ്റ് എത്തും. കണ്ടോ, കൺഗ്രാജുലേഷൻ മറ്റും ഇങ്ങനെ ഒരു മെസ്സേജും വരും. അപ്പോൾ നമ്മൾ ഈ ഫിൽട്ടർ പ്രകാരം സെലക്ട് ചെയ്തിട്ടുള്ള കൃത്യമായിട്ടുള്ള ഉദ്യോഗാർത്ഥികളിലേക്ക് അത് എത്തും. ഇനി അവർ അപ്ലൈ നൗ കൊടുത്തു കഴിഞ്ഞാലാണ് നമുക്ക് അവരുടെ ഡീറ്റെയിൽസ് കാണാൻ പറ്റുക. ഇങ്ങനെ ചെയ്തിട്ട് കുറച്ചു നേരം വെയിറ്റ് ചെയ്യുക, 1-2 മണിക്കൂർ അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു ദിവസം എടുക്കാം. അപ്പോൾ നമ്മൾ ഇനി എന്ത് ചെയ്യും, പോസ്റ്റഡ് ജോബിൽ പോവുക. നമ്മൾ പോസ്റ്റ് ചെയ്ത ജോബ് കാണുമല്ലോ, അതിങ്ങനെ സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് ഇവിടെ വ്യൂ അപ്ലിക്കേഷൻസ് ഉള്ളത് കാണും, അതിൽ നോക്കുക. അപ്പോൾ ഇത്രയും പേരിലേക്ക് നമ്മളത് ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ സ്റ്റാറ്റസ് പെൻഡിങ് എന്നുള്ളത് കാണണ്ടല്ലോ, അതിൽ അപ്ലൈഡ് ആരെങ്കിലും ഉണ്ടോ എന്നുള്ളത് ഫിൽട്ടർ ചെയ്ത് നോക്കാൻ പറ്റും. അപ്പോൾ അതായത് നമ്മൾ നോക്കുന്ന സമയത്ത് അവർ അപ്ലൈ ചെയ്തിട്ടില്ല, കുറച്ചു നേരം കഴിഞ്ഞിട്ട് നോക്കാം. നിങ്ങൾക്ക് നമ്മൾ ഇത്രയും പേരിലേക്ക് അത് എത്തിച്ചിട്ടുണ്ട് കേട്ടോ, ഏകദേശം 75ഓളം പേരിലേക്ക് അത് എത്തിയിട്ടുണ്ട്. വ്യൂ ആപ്ലിക്കേഷൻ നോക്കുന്ന സമയത്ത് ആരെങ്കിലും അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കാണാൻ പറ്റും. സ്റ്റാറ്റസിൽ നോക്കുക, ഇപ്പോൾ നോക്കൂ പെൻഡിങ് എന്നുള്ളതാണ്, അതിൽ അപ്ലൈഡ് എന്നുള്ളത് കൊടുക്കുക. അപ്പോൾ കണ്ടോ, ഇത് ഒരാൾ ഇവിടെ അപ്ലൈ ചെയ്തിട്ടുണ്ട്, ആ ഗ്രീൻ കളറിൽ കാണും. ഇനി ആ ഉദ്യോഗസ്ഥരുടെ ഡീറ്റെയിൽസ് ആണെങ്കിൽ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതങ്ങനെ അവരുടെ ഡീറ്റെയിൽസ്, നമ്പർ, അവരുടെ എക്സ്പീരിയൻസ്, അവർ കൊടുത്ത എല്ലാ കാര്യങ്ങളും നമുക്ക് കാണാൻ പറ്റും. ഇവരെ വേണമെങ്കിൽ ഡയറക്റ്റ് വിളിക്കാം, അല്ലെങ്കിൽ ഇഷ്യൂ കാൾ ലെറ്റർ എന്നുള്ളത് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് മെസ്സേജ് പോവുകയും ചെയ്യും. ഇങ്ങനെ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഉദ്യോഗാർത്ഥികളെ കണ്ടെത്താൻ പറ്റും, ഏറ്റവും ചുരുങ്ങിയ ചെലവിൽ. ഇനി എന്തെങ്കിലും ഈ കാര്യത്തിൽ സംശയം ഉണ്ടെങ്കിൽ മുകളിൽ 3 വരയിൽ പോയി കഴിഞ്ഞാൽ, മെനുവിൽ പോയി കഴിഞ്ഞാൽ അവിടെ കോൺടാക്ട് ആസ് ഉള്ളത് കാണും, അതിൽ പോവുക. എന്നിട്ട് നിങ്ങളുടെ ഡീറ്റെയിൽസ് അവിടെ കൊടുത്തിട്ട് സബ്മിറ്റ് ചെയ്യാം. അവിടെ അവരുടെ കോൺടാക്ട് നമ്പർ എല്ലാം കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ ഒന്ന് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ചാറ്റ് വിത്ത് എസ് എന്നുള്ളത് കാണും, അതിൽ പോയിട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് നേരെ വാട്സപ്പിലേക്ക് പോകും. നിങ്ങളുടെ സംശയങ്ങൾ അവരോട് ചോദിച്ചിട്ട് ക്ലിയർ ചെയ്യാനും പറ്റും. ഓക്കെ, അപ്പോൾ നിങ്ങൾ ജോലിക്കാരെ ആവശ്യമുള്ളവർ ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യുക. പ്രത്യേകം ഓർക്കുക, ആജീവനാന്ത മെമ്പർഷിപ്പിൽ 50% ഡിസ്കൗണ്ട് ഉണ്ട്. 2024 ജൂൺ 15 വരെയാണ്. നമ്മുടെ ചാനൽ കണ്ടിട്ടുള്ളവർക്ക് മാത്രമുള്ളതാണ്. അതുകൊണ്ട് 50% ഡിസ്കൗണ്ടിൽ ഇപ്പോൾ തന്നെ നിങ്ങളുടെ റിക്വയർമെന്റ്സ് പോസ്റ്റ് ചെയ്യൂ. ആ 50% ഡിസ്കൗണ്ട് കിട്ടാനായിട്ട് ഈ നമ്പറിൽ അവരെ കോൺടാക്ട് ചെയ്യുക. അഥവാ അവരെ വിളിച്ച് കിട്ടിയിട്ടില്ലെങ്കിൽ ചാറ്റ് വിത്ത് ആസ് എന്നുള്ളതിൽ വാട്സപ്പിൽ ഇവരെ കോൺടാക്ട് ചെയ്യുക. നിങ്ങളുടെ കമ്പനി ഡീറ്റെയിൽസും ഏത് ജോബാണ് പോസ്റ്റ് ചെയ്യണമെന്നുള്ളതും കൊടുത്തു കഴിഞ്ഞാൽ അവർ നിങ്ങളെ കോൺടാക്ട് ചെയ്യുകയും 50% ഡിസ്കൗണ്ടിൽ നിങ്ങൾക്ക് മെമ്പർഷിപ്പ് എടുക്കാവുന്നതുമാണ്. ഓക്കെ, വളരെ നല്ലൊരു പോർട്ടലാണ്. നിങ്ങൾക്ക് ഇന്ത്യയിലെയും വിദേശത്തെയും എല്ലാ ജോലി ഇതിൽ പോസ്റ്റ് ചെയ്യാൻ പറ്റും. 50,000 മേലെ ഉദ്യോഗാർത്ഥികളുണ്ട്. ഇപ്പോൾ തന്നെ ചെയ്യൂ കേട്ടോ. ഇത് പാർട്ട് 2 ആണ്. പാർട്ട് 3യിൽ എങ്ങനെ ഒരു പാർട്ട് ടൈം ആയിട്ട് വരുമാനം ഉണ്ടാക്കാനുള്ള വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. പാർട്ട് 1 വീഡിയോയിൽ എങ്ങനെ ജോലി തേടാമെന്നുള്ളതും ആയിരുന്നു. ഇതിന്റെ എല്ലാത്തിന്റെയും ലിങ്ക് യൂട്യൂബിലാണെങ്കിൽ ആദ്യത്തെ കമന്റിലുണ്ട്, ഫേസ്ബുക്കിലാണെങ്കിൽ ഈ വീഡിയോന്റെ മുകളിലെ ഹെഡിങ്ങിനൊപ്പം ഉണ്ട്. ഇനി അങ്ങനെയെല്ലാം നോക്കിയിട്ട് കണ്ടിട്ടില്ല, അതല്ല നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിലാണ് ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എൻ്റെ ഈ നമ്പറിലേക്ക് വാട്സപ്പിൽ ജോബ് പോർട്ടൽ എന്ന് മെസ്സേജ് ചെയ്യൂ. നിങ്ങൾക്ക് ഇതിൻ്റെ എല്ലാറ്റിൻ്റെയും ലിങ്ക് അയച്ചു തരാം. ഓക്കെ, ഇത് നിങ്ങൾക്ക് പ്രയോജനപ്രദമായി നിർത്തട്ടെ. എന്നാൽ ശരി, അടുത്തൊരു വിഷയമായിട്ട് അടുത്ത വീഡിയോയിൽ അടുത്ത് തന്നെ കാണാം. ലോകാ സമസ്ത സുഖിനോ ഭവന്തു.